തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം കേരളത്തിലാകെ ചർച്ചയായത് ഒരു പാരഡി ഗാനമാണ്. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻറ്റ് എംപിമാർ അവർ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ പോയി മുദ്രാവാക്യത്തോടുകൂടി ഈ പാരഡി ഗാനം ആലപിക്കുന്ന ചിത്രവും വീഡിയോകളും നാം കാണുകയുണ്ടായി. ഈ ഗാനത്തിനെതിരെ ഒരു കേസ് കൂടി ഫയൽ ചെയ്യുന്നതോടുകൂടി പാരഡി ഗാനത്തെക്കുറിച്ചുള്ള വിവാദം കത്തി പടരുകയാണ്. തെരഞ്ഞെടുപ്പ് വേളകളിൽ ഉപയോഗിക്കപ്പെടുന്ന നിരവധി പാരഡി ഗാനങ്ങൾ, ആ പാരഡി ഗാനങ്ങളൊന്നും പിന്നീട് ചർച്ചയാവുകയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്യാറില്ല. പാരഡി ഗാനങ്ങളിലെ വരികൾ ഒരിക്കലും ആകർഷകമായി തോന്നിയിട്ടില്ലെങ്കിലും ഒറിജിനൽ പാട്ട് കേരളത്തിന് സുപരിചിതമാണ്. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും പാതുക്കുമെത്തെ എന്ന് പറയുന്ന ഈ പാട്ട് സുപരിചിതമാണ്. ഈ പാട്ടിനെപ്പറ്റി ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു. പള്ളിക്കോണം രാജീവ് ഒരു പോസ്റ്റ് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. ശബരിമലയെപ്പറ്റിയുള്ള ഭക്തജനങ്ങൾ പാടുന്ന സുപരിചിതമായ ഈ പാട്ടിൻ്റെ ഒറിജിനൽ അല്ലെങ്കിൽ ഈ പാട്ട് തന്നെ ഒരു പാരഡിയായിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു പാട്ടിനെ അനുകരിച്ചുകൊണ്ട് ഉണ്ടായ പാട്ടാണെന്ന് അദ്ദേഹം വിവരിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഇരുമുടി താണ്ടി എന്ന വിരുദ്ധത്തെ തുടർന്ന് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന് തുടങ്ങുന്ന അയ്യപ്പ ഭക്തിഗാനവും മറ്റൊരു പാരഡി ഗാനമാണ്. മറ്റൊരു പാട്ടിൻ്റെ ഈണത്തെ അനുകരിച്ച് വരികൾ എഴുതുന്ന രീതിയാണ് പാരഡിയുടേത്. ദക്ഷിണേന്ത്യയിലെ പ്രശസ്ത ഇസ്ലാമിക തീർത്ഥാടന കേന്ദ്രമായ നാഗൂർ ദർഗയിലെ സൂഫി ഗായകർ പരമ്പരാഗതമായി പാടുന്ന ഏകനെ യാ അള്ളാ തുടങ്ങുന്ന ഭക്തിഗാനത്തിൻ്റെ ഈണത്തെ മാതൃകയാക്കി പ്രശസ്ത തമിഴ് പണ്ഡിതനും കവിയും ഭക്തഗാന രചയിതാവുമായ ഡോക്ടർ ഉളന്തൂർ പേട്ട ഷൺമുഖം രചിച്ചതാണ് പള്ളിക്കെട്ട് എന്ന് തുടങ്ങിയ ഗാനം. ജാതിമത വ്യത്യാസമില്ലാതെ തീർത്ഥാടക സംഘങ്ങളുടെ തിരക്ക് എപ്പോഴും ഉണ്ടാകുന്ന നാഗൂർ ദർഗയിൽ പതിറ്റാണ്ടുകളായി മുഴങ്ങിക്കേൾക്കുന്ന ഗാനത്തിൻ്റെ ഈണത്തിൽ ആകൃഷ്ടനായാണ് ജാതിമതഭേദമന്യേ അയ്യപ്പ ഭക്തന്മാർ എത്തിച്ചേരുന്ന ശബരിമലയിലേക്ക് ഇതേ ഈണത്തിൽ ഗാനം രചിക്കാൻ ഷൺമുഖം തീരുമാനിച്ചത്. ദീർഘമായ ഒരു ഫേസ്ബുക്ക് കുറിപ്പാണ്. അതിൽ അദ്ദേഹം ഈ ഒറിജിനൽ പാട്ടിൻ്റെ ചരിത്രം വിവരിക്കുകയാണ്. ശബരിമലയിലേക്ക് വിരചിതമായ ഒരു ഗാനം ഡോക്ടർ ഷൺമുഖം മാതൃകയാക്കുന്നത് നാഗൂർ ദർഗയിൽ ആലപിക്കപ്പെടുന്ന ഒരു പാട്ടിൻ്റെ ഈണമാണ്. നമ്മുടെ സാമൂഹ്യ കൊള്ളക്കൊടുക്കലുകൾ, കലാപരമായ ആദാന പ്രദാനങ്ങളുടെ നിദർശനമായി നമുക്കത് കാണാം. പാരഡി ഗാനം കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചലനം സൃഷ്ടിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും നിർമ്മാണാത്മകമായ കാര്യം അതുകൊണ്ടുണ്ടായിട്ടുണ്ടോ, അത് പൊക്കിപ്പിടിച്ച് നടക്കുന്നവരും അതിനെതിരെ ശബ്ദിക്കുന്നവരും കേസിന് പോയവരും ഒക്കെ ദുർബലമായ ഒരു രാഷ്ട്രീയ സംവാദത്തിനാണ് തുടക്കം കുറിച്ചത്. സൂഫി ഗാനത്തിൻ്റെ ഈരടിയിൽ ശബരിമല ഭക്തന്മാർക്ക് ഗാനം രചിക്കാം എന്ന് ചിന്തിച്ച ഡോക്ടർ ഷൺമുഖം ഉയർത്തിപ്പിടിക്കുന്ന സൗഹാർദ്ദമാണ് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും പൈതൃകം. ഈ കെട്ടകാലത്തും ആ പൈതൃകത്തെയും കൊള്ളക്കൊടുക്കലിനെയും ഓർമ്മിപ്പിക്കാൻ പാരഡി ഗാന വിവാദം നിമിത്തമായി എന്ന് മാത്രമാണ് അതിലെ ഒരു പോസിറ്റീവ്. ബാക്കിയെല്ലാം നെഗറ്റീവാണ് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.